മാസപ്പടി കേസിൽ CMRL ചീഫ് ഫിനാൻസ് ഓഫീസർ കെ സുരേഷ് കുമാർ ഇഡിക്ക് മുന്നിൽ ഹാജരായി. ഇത് 4ാം തവണയാണ് ചോദ്യം ചെയ്യൽ. കഴിഞ്ഞ ദിവസങ്ങളിലും ഹാജരായിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, CMRL ഉദ്യോഗസ്ഥരെ MDM അടക്കം ഇഡി ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഇന്നും കെ സുരേഷ് കുമാർ ഇഡിക്ക് മുന്നിൽ ഹാജരായ സാഹചര്യം എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, മാസപ്പടി കേസിന്റെ അന്വേഷണം ഊർജിതമാക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും CMRL ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ആവർത്തിച്ച് വിവരങ്ങൾ തേടുന്നത്. പ്രത്യേകിച്ച് ഈ അന്വേഷണവുമായി പല ഘട്ടങ്ങളിലും അവർ സഹകരിക്കുകയോ പ്രധാന ചോദ്യം ചെയ്യലിൽ തെളിവുകൾ മുൻനിർത്തിയുള്ള ചോദ്യം ചെയ്യലോട് പോലും സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് തുടർച്ചയായി ചോദ്യം ചെയ്യുക എന്നൊരു നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. അങ്ങനെയാണ് CMRLന്റെ ചീഫ് ഫിനാൻസ് ഓഫീസറായ കെ സുരേഷ് കുമാറിനെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നും ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലും തുടർച്ചയായി തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും ചീഫ് ജനറൽ മാനേജർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ, IT ഓഫീസർ അടക്കമുള്ളവരിൽ നിന്നും അന്വേഷണ സംഘങ്ങൾ പ്രധാനമായും വിവരങ്ങൾ തേടിയിരുന്നു. അവരെ തുടർച്ചയായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. മാത്രമല്ല, CMRLന്റെ മാനേജിംഗ് ഡയറക്ടർ ശശിധര കർത്തയെ ഏതാണ്ട് 13.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ ആലുവയിലെ വീട്ടിൽ വെച്ച് നടത്തുകയും ചെയ്തു. എന്നാൽ ശാരീരിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ചോദ്യം ചെയ്യലിന് തുടക്കം മുതൽ തന്നെ ഹാജരാകാതിരുന്ന ശശിധരൻ കർത്ത അന്വേഷണ സംഘത്തിന് മുന്നിലും പ്രധാനപ്പെട്ട കരാറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് CMRLും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സലോജി കമ്പനിയും തമ്മിൽ നടത്തിയിട്ടുള്ള IT സംബന്ധമായ കരാറുകളുടെ കൂടുതൽ വിവരങ്ങൾ 1,72,00,000 രൂപയായിരുന്നു ഇത്തരത്തിൽ പണം കൈമാറിയത്. എന്തിനാണ്, എന്ത് സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതിന് കൃത്യമായ വിശദീകരണം നൽകാൻ ശശിധരൻ കർത്തയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടില്ല. പലപ്പോഴും മാനേജിംഗ് ഡയറക്ടർക്കാണ് ഇത്തരം കാര്യങ്ങൾ നേരിട്ട് അറിയുന്നത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകുന്നു എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയാണ് ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യലുണ്ടാകുന്നത്. പ്രത്യേകിച്ച് വിവിധ അന്വേഷണ ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ കേസ്, മാസപ്പടി കേസ് അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ആദായ നീതി വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തന്നെയാണ് തുടർച്ചയായി CMRLന്റെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തത്. ഇതിനുശേഷമാണ് ഈ പണം കൈപ്പറ്റിയിട്ടുള്ള എക്സലോജിക്കുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തേണ്ടത്. എക്സലോജിക്കിന്റെ ഉടമ വീണ വിജയനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കടക്കേണ്ടത്. വീണ വിജയന്റെ മൊഴി അടക്കം രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് മാസപ്പടി കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈമാറാൻ കഴിയുന്ന ഈ സാമ്പത്തിക ഇടപാടുകളിലെല്ലാം തന്നെ പങ്കാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. കാരണം അന്വേഷണ സംഘത്തിന് നിരവധി തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ SFIO ശേഖരിച്ച ചില രേഖകൾ അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആദായ നികുതി വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ച് അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ലക്ഷ്മി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.